വല്യപ്പാൻ്റെ കൂടെ ഒരു ഫോട്ടോ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ മെസ്സേജ് ചെയ്യുന്ന ആളും ഈ ഒരു മാസം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം കൂടെ ഉണ്ടാകുള്ളൂ. അതോടെ കഴിഞ്ഞാൽ അവരും ഈ ഒരു ലോകത്തോട് ഇവിടെ പറയുന്നുള്ളത്. ഹൈ, ഐ ആം റബി പാറമേൽ. വെൽക്കം ബാക്ക് ടു റബി സ്റ്റോറീസ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് റബീഹ്. ഞാൻ ഫോട്ടോഷോപ്പ് എഡിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 3000 ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ ഒരു വർക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ME യൂസ്വലി സാറിന് പിന്നെ അതേപോലെ തന്നെ ഹനാൻ ഷാക്ക് ഒരുപാട് വർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലോ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം റബി പാറമേൽ എന്ന് പറഞ്ഞേക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബിൽ ജസ്റ്റ് ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ജൂലൈ 28, 2024 എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഒരു ഫോട്ടോസ് വേണം. ഗ്രാൻഡ് ഫാദർ കൂടെ ഇല്ല. ഒരു 6 വർഷം മുന്നേ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഒരു ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആളന്ന് ഹോസ്പിറ്റലിലായിരുന്നു. ആ ഒരു ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട്. കാരണം ആൾക്ക് ബ്ലഡ് കുറവായിരുന്നു, ബോൺ മാരോ കാര്യങ്ങളൊന്നും ഇല്ല. 5ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് വല്യപ്പയായിരുന്നു ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നെ അതേപോലെ തന്നെ കൊണ്ടുവന്നത്. കാരണം പല സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഹോസ്പിറ്റൽ ലൈഫ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ വല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവരുടെ പേരൻസിന് ഈ ഒരു ഒറ്റ മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു 50% കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കാണിച്ചു കൊടുത്തു ഇതിലെന്തെങ്കിലും എവിടെയെങ്കിലും മാറ്റം കാര്യങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 6 വർഷം മുന്നേ മരണപ്പെട്ടു പോയ തൻ്റെ വല്യപ്പാൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 50% കഴിഞ്ഞ് ബാക്കി വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഔട്ട് കണ്ടപ്പോൾ ആൾ നല്ല രീതിയിൽ വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കത്തായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു ഇവരുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ അഡ്രസ്സ് എനിക്ക് സെൻഡ് ചെയ്തു. പക്ഷേ ആ ഒരു അഡ്രസ്സ് ഇവർ കണ്ണൂരാണ്, പക്ഷേ എനിക്ക് തന്നേക്കുന്ന അഡ്രസ്സ് കാലിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ലേ എന്നുള്ളത്. അവർ പറഞ്ഞു ഇല്ല, ഡോക്ടർ എന്നോട് ഒരാഴ്ചയും കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയും കൂടെ നിങ്ങൾ നിൽക്കണം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ പോകാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാം കഴിഞ്ഞു, എല്ലാം സക്സസ് ആയി. അങ്ങനെ വീട്ടിലേക്ക് പോവുക ആ ഒരു സന്തോഷത്തോടെ. ഇനി ഹോസ്പിറ്റലിൽ കാണണ്ടല്ലോ. കാരണം ചെറുപ്പം മുതലേ ഹോസ്പിറ്റലായിരുന്നു വരുന്നതും പോകുന്നതും. ഹോസ്പിറ്റൽ മാത്രം നമ്മൾ സാധാരണ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണോ ആ ഒരു ഇത് നേരെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ ഒരു അവസ്ഥയായിരുന്നു ചെറുപ്പം മുതലേ ആൾക്കുണ്ടായിരുന്നത്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ സാധനം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്തു. സാധനം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 2-3 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഹായ്, 2-3 ആഴ്ച മുന്നേ നിങ്ങൾ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ഫോട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ ഒരു ഫോട്ടോസ് കണ്ട്. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ വല്യപ്പനായിരുന്നു. പക്ഷേ ആ ഒരു ഫ്രെയിം കിട്ടി 2-3 ആഴ്ചകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ആൾക്ക് വീണ്ടും ശരീരത്തിൽ വൈറസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICUയിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീണ്ടും ICUയിലോട്ട് തന്നെ മാറ്റി. കാരണം ഒരുപാട് സന്തോഷിച്ച് നടന്നവരായിരുന്നു ആ ഒരു ഫാമിലി. പക്ഷേ പെട്ടെന്നായിരുന്നു അവർക്ക് വീണ്ടും വൈറസ് വന്നു, ശരീരത്തിൽ മൊത്തത്തിൽ പിടിച്ച് മരണപ്പെട്ടെന്ന് പറഞ്ഞു. അവസാനമായി ആ ഉമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ വല്യപ്പനായിരുന്നു. ഇന്ന് 2 പേരും ഒരുമിച്ചാണ് ഖബറിൽ കഴിയുന്നത് എന്നുള്ളത്. ഇതോട് കേട്ടപ്പോൾ ഞാൻ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എങ്ങനെ സമാധാനിപ്പിക്കണം, പല രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ ഒന്നിനും എനിക്കൊരു ഉത്തരമില്ല. എല്ലാത്തിനും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ടാവും. പക്ഷേ ഇതിന് ഞാൻ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അവിടെ ഞാൻ സൈലൻ്റ് ആയിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഓരോ എഡിറ്റിങ്ങിലും ഓരോ കഥകൾ പറയാനുണ്ട്. ചിലത് നഷ്ടത്തിൻ്റെ, ചിലത് പ്രതീക്ഷയുടെ, ചിലത് അനന്തമായ സ്നേഹത്തിൻ്റെ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതെന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ ബൈ.